ഹലോ എവ്രിവൺ, വെൽക്കം ടു SarMa's വേൾഡ്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു മീൻ ഫ്രൈയുടേതാണ്. ഈ മീൻ ഫ്രൈ ചെയ്യുവാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പരവ മീനാണ്. ഫ്രൈ ചെയ്യുവാൻ നല്ലൊരു മീനാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുവാനായിട്ട് ആദ്യം ഒരു മസാല തയ്യാറാക്കണമല്ലോ. അതിനായിട്ട് ആദ്യം നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലിട്ട് 1 ടീസ്പൂൺ ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ പച്ചക്കുരുമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പച്ചക്കുരുമുളക് ഇല്ലെങ്കിൽ ഉണങ്ങിയ കുരുമുളക് എടുത്താലും മതി. 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതിനുശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഇത് നമുക്ക് മീനിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതിനായിട്ട് ഒരു മൺചട്ടിയിലോട്ട് ഞാൻ ആദ്യം മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഓരോ മീനിലും തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. മീൻ നല്ലതായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ലതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. അതിന് ശേഷം മീനിലോട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ആ വരഞ്ഞതിലൊക്കെ നല്ലതായിട്ട് അകത്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എല്ലാ മീനിലും ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. ഞാനിവിടെ 2 മണിക്കൂറാണ് വെക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മീനിലെല്ലാം നല്ലതായിട്ട് ഇത് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു കാസ്റ്റ് പാനാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇരുമ്പിൻ്റെ പാനിലോ ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്കൊരു 3 മീൻ ആദ്യം ഫ്രൈ ചെയ്യാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കുവാൻ. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടാൽ മീൻ്റെ മുകൾ ഭാഗം വല്ലാതെ ഫ്രൈ ആയി കരിഞ്ഞു പോകും, അകം വേകുകയില്ല. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്യുക. മീൻ്റെ മൂപ്പിക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വലിയതായിട്ടങ്ങ് മൂപ്പിക്കുന്നില്ല. അകം ഒരുവിധം സോഫ്റ്റായും പുറം ഇതുപോലെ ഒന്ന് ആക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള മീനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ മീനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുവാൻ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.